നമസ്കാരം. 1912 സെപ്റ്റംബർ 12 പാഴ്സി ദമ്പതികളായ ഫറേദൂൻ ജഹാംഗീർ ഗണ്ഡിയുടെയും രതിമായിയുടെയും മകനായി ബോംബെയിൽ ജനിച്ച ഫിറോസിന് 7 വയസ്സുള്ളപ്പോഴാണ് പിതാവ് മരണമടയുന്നത്. തുടർന്ന് മാതാവിനൊപ്പം അലഹബാദിൽ സർജനായി സേവനമനുഷ്ഠിച്ചു വന്നിരുന്ന മാതൃ സഹോദരിയുടെ അടുത്തേക്ക് പോകുകയായിരുന്നു. 1930 പഠനം ഉപേക്ഷിച്ച് ഫിറോസ് മുഴുസമയ സ്വാതന്ത്ര്യ സമരഭടനായി മാറി. മഹാത്മാഗാന്ധിയോടുള്ള തീവ്രമായ ആരാധന കാരണം അദ്ദേഹം തന്റെ സർനെയമായ ഗണ്ഡിയുടെ സ്പെല്ലിംഗിൽ ചെറിയ മാറ്റം വരുത്തി ഗാന്ധി എന്നാക്കി. ഇതിന് പല വ്യാഖ്യാനങ്ങളും നൽകി കാണുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ പങ്കുകൊള്ളുകയും പോലീസ് പിടിയിലാകുകയും സർക്കാരിന്റെ കീഴിൽ ഡോക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന മാതൃ സഹോദരി മാപ്പെഴുതിക്കൊടുത്ത് വിടുവിക്കുകയും പതിവായിരുന്നു. സഹികെട്ട ഫിറോസിന്റെ മാതാവ് ഒരിക്കൽ മഹാത്മാഗാന്ധിയെ സമീപിച്ച് പരാതിപ്പെട്ട സംഭവം അദ്ദേഹത്തിന്റെ മറ്റൊരു ജീവചരിത്രകാരൻ ശശി ഭൂഷൺ തന്റെ ഫിറോസ് ഗാന്ധി എ പൊളിറ്റിക്കൽ ബയോഗ്രഫി എന്ന കൃതിയിൽ വിവരിക്കുന്നുണ്ട്. തന്റെ മകനോട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപദേശിക്കാൻ അവർ ഗാന്ധിയോട് അഭ്യർത്ഥിച്ചു. പരാതിയൊക്കെ ക്ഷമാപൂർവ്വം കേട്ട ഗാന്ധിജി ഇങ്ങനെ പ്രതിവചിച്ചു: താങ്കളുടെ മകൻ ഒരു വിപ്ലവകാരിയാണ്. ഇമ്മാതിരി 7 വിപ്ലവകാരികളെ തനിക്ക് കിട്ടുകയാണെങ്കിൽ ഇന്ത്യയെ 7 ദിവസം കൊണ്ട് സ്വതന്ത്രമാക്കാം. ഫിറോസിന് കഷ്ടി 18 വയസ്സ് പ്രായമുള്ളപ്പോൾ ബ്രിട്ടീഷുകാർ തടവിലാക്കുകയും തുടർന്ന് 19 മാസം ജയിലിലടയ്ക്കുകയും ചെയ്തു. പ്രക്ഷോഭ സമരങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് 1932 33 വീണ്ടും ജയിൽവാസം. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഭാഗഭാക്കായി അറസ്റ്റ് ചെയ്യപ്പെട്ട് 1 വർഷക്കാലത്തെ ജയിൽ ശിക്ഷ. സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിലെ പങ്കാളികൾ എന്ന നിലയിൽ നെഹ്റു കുടുംബവുമായി സവിശേഷമായ അടുപ്പമുണ്ടായിരുന്നു. 1933 തന്റെ 21ാം വയസ്സിൽ അന്ന് 16 വയസ്സ് മാത്രം പ്രായമുള്ള ഇന്ദിരയിൽ അനുരക്തനാകുന്നതും അക്കാര്യം ഇന്ദിരയോടും അമ്മ കമലയോടും പ്രപ്പോസ് ചെയ്യുന്നതും അങ്ങനെയാണ്. ഇന്ദിര തീരെ ചെറുപ്പമാണെന്ന കാരണത്താൽ അന്നത് നിരസിക്കപ്പെട്ടു. പിൽക്കാലത്ത് രണ്ടുപേരും പഠനത്തിനായി ലണ്ടനിലേക്ക് പോകുകയും അവിടെ വെച്ച് കൂടുതൽ അടുക്കുകയുമായിരുന്നു. 1935-40 കാലഘട്ടത്തിൽ 1942 ഇന്ത്യയിൽ വെച്ച് വൈദികാചാര പ്രകാരം വിവാഹം നടത്തി. നെഹ്റുവിന് ഈ വിവാഹം ഒട്ടും ഇഷ്ടമായിരുന്നില്ലെന്നും ഗാന്ധിജിയോട് അവരെ പറഞ്ഞു പിന്തിരിപ്പിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. ഇന്ദിര ഉറച്ചു നിന്നതോടെ മറ്റു മാർഗമില്ലാതെ സമ്മതം മൂളുകയായിരുന്നുവത്രേ. വിവാഹ വർഷം തന്നെ ക്വിറ്റ് ഇന്ത്യ സമര പരിപാടികളിൽ ഭാഗഭാക്കായതിനെ തുടർന്ന് ഫിറോസ് ഇന്ദിര ദമ്പതികൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഫിറോസ് 1 വർഷം ജയിലിൽ അടയ്ക്കപ്പെടുകയും ഉണ്ടായി. അതിൽ പിന്നെയാണ് അവർക്ക് സ്വസ്ഥമായ ദാമ്പത്യ ജീവിതത്തിന് അവസരം ലഭിച്ചത്. 1944 രാജീവും 1946 സഞ്ജയും പിറന്നു. സ്വാതന്ത്ര്യാനന്തരം ഫിറോസ് നെഹ്റു സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ MD ആയി സേവനമനുഷ്ഠിച്ചിരുന്നു. 1950 മുതൽ 52 വരെ പ്രൊവിൻഷ്യൽ പാർലമെന്റ് അംഗമായി. 1952 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ UP-യിലെ റായ്ബറേലി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. 57 വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും മരണം വരെ MP ആയി തുടരുകയും ചെയ്തു. പാർട്ടിയുടെയോ നെഹ്റുവിന്റെയോ നിഴലിൽ ഒതുങ്ങില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന ഇടപെടലുകളായിരുന്നു പാർലമെന്റ് അംഗം എന്ന രീതിയിൽ ഫിറോസ് ഗാന്ധി കാഴ്ചവെച്ചത്. നെഹ്റുവിന്റെ ക്യാബിനറ്റിനെ പലപ്പോഴും അദ്ദേഹം മുൾമുനയിൽ നിർത്തി. 1955 ഡിസംബറിൽ ഭരണകക്ഷിയിലെ ചില ഉന്നതരുമായുള്ള ബന്ധം മുതലെടുത്ത് രാംകിഷൻ ഡാൽമിയ എന്ന വ്യവസായി പൊതുമേഖലാ കമ്പനിയിൽ നിന്നുള്ള പണം തന്റെ സ്വകാര്യ കമ്പനിയിലേക്ക് വഴിതിരിച്ചുവിട്ടത് അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുവന്നത് പാർലമെന്റിൽ വലിയ കോളിളക്കമുണ്ടാക്കി. ഒടുക്കം ഡാൽമിയയെ ജയിലിലടയ്ക്കാൻ അത് വഴിവെച്ചു. 1958 LIC അഴിമതി വെളിച്ചത്ത് കൊണ്ടുവന്നതിനെ തുടർന്ന് ധനമന്ത്രിയായിരുന്ന TT കൃഷ്ണമാചാരിക്ക് രാജിവെക്കേണ്ടി വന്നു. അന്നത്തെ ധനകാര്യ സെക്രട്ടറിയെ പുറത്താക്കുകയും അഴിമതി നടത്തിയ ആളെ ജയിലിലടയ്ക്കുകയും ചെയ്തു. ഭരണ പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഒരുപോലെ ആദരം ആർജിച്ച പാർലമെന്റേറിയനായിരുന്നു ഫിറോസ് ഗാന്ധി. LIC നാഷണലൈസ് ചെയ്യാനുള്ള പ്രേരകം അദ്ദേഹമായിരുന്നു. ടാറ്റ കമ്പനിയായ ടെൽക്കോയെയും ദേശസാൽക്കരിക്കാനുള്ള നീക്കം നടത്തിയെങ്കിലും ടാറ്റയുടെ പ്രതാപത്തിന് മുന്നിൽ അത് വിജയം കണ്ടില്ല. 1956 അദ്ദേഹം അവതരിപ്പിച്ച സ്വകാര്യ ബില്ലാണ് പാർലമെന്ററി പ്രൊസീഡിംഗ്സ് ആക്ട് 1956 എന്ന പേരിൽ നിയമമാക്കപ്പെട്ടത്. ഇന്ത്യൻ പത്രസ്വാതന്ത്ര്യ ചരിത്രത്തിൽ നിർണായകമായ ഒന്നാണത്. പാർലമെന്റിലെ ഡിബേറ്റുകൾ റിപ്പോർട്ട് ചെയ്താൽ ആ പത്രപ്രവർത്തകനെ ജയിലിലടയ്ക്കാം എന്നതായിരുന്നു ആ ബില്ലിന് മുൻപുള്ള വ്യവസ്ഥ. 1960 സെപ്റ്റംബർ 8 48 വയസ്സ് തികയുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം അകാലത്തിൽ വിടവാങ്ങി. മരണത്തിന് ഏറെ നാൾ മുൻപ് തന്നെ അവരുടെ ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾ വീണിരുന്നു. ഇന്ദിരയുടെ അധികാരഭ്രമം കൊണ്ടാണെന്നും ഫിറോസിന്റെ വഴിവിട്ട ചില ബന്ധങ്ങൾ കൊണ്ടാണെന്നും അതേക്കുറിച്ച് വ്യത്യസ്തമായ ആഖ്യാനങ്ങളാണ് ഉള്ളത്. ഫിറോസ് ഗാന്ധിക്ക് അന്ത്യയാത്രാമൊഴി നൽകാൻ തടിച്ചുകൂടിയ വൻ ജനാവലിയെ കണ്ട നെഹ്റു ഇപ്രകാരം മൊഴിഞ്ഞത്രേ: ഫിറോസ് ഇത്രയേറെ ജനപ്രിയനായിരുന്നുവെന്ന് തനിക്കറിയില്ലായിരുന്നു.
ഇന്ദിരയും രാജീവും പിൽക്കാലത്ത് സോണിയയും ഇന്നിപ്പോൾ രാഹുൽ വരെയും തങ്ങളുടെ സർനെയുമായി ഗാന്ധി കടം കൊണ്ടത് ഫിറോസിൽ നിന്നായിട്ടുകൂടി ആ ഓർമ്മകളെ തമസ്കരിച്ചു കളയാൻ അവരെ ഉൾപ്പെടെ പ്രേരിപ്പിച്ചത് എന്തെന്നത് സമസ്യയായി അവശേഷിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവചരിത്ര രചനയ്ക്ക് സ്വീഡിഷ് പത്രപ്രവർത്തകൻ ബെർട്ടിൽ ഫാൾക്ക് കൊടുത്ത പേര് അന്വർത്ഥമാകുന്നത് അവിടെയാണ്. ഫിറോസ് ദ ഫൊർഗോട്ടൻ ഗാന്ധി. കോൺഗ്രസ് എന്നല്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ട് വെക്കേണ്ട ജനാധിപത്യ സ്വഭാവം എന്ത് എന്നതിലായിരുന്നു സ്വന്തം കക്ഷിയുടെ സർക്കാരിന്റെ വീഴ്ചകളെ നിർഭയം ഉയർത്തിക്കാട്ടാൻ ധൈര്യം കാട്ടിയ ഫിറോസും അതിനെ സ്വാഗതം ചെയ്ത നെഹ്റുവും അന്ന് മാതൃക തീർത്തത്. ഫിറോസിനൊപ്പം ആ യുഗത്തിനും വിരാമമായി. ജനാധിപത്യവും മാധ്യമ സ്വാതന്ത്ര്യവും അതിന്റെ പാരമ്യതയിൽ ഉയർത്തിപ്പിടിച്ച അദ്ദേഹത്തോട് കാട്ടിയ ക്രൂര ഫലിതമെന്നോണം തന്റെ ജീവിത പങ്കാളിയും മകനും അടിയന്തരാവസ്ഥ കാലത്ത് അവ രണ്ടിന്റെയും ഏറ്റവും വലിയ ധ്വംസകരായതിനും ചരിത്രം സാക്ഷ്യം വഹിച്ചു.